പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം തന്നു. ഇത് പ്രഭാത സന്ദേശം. ഞാൻ പാസ്റ്റർ KP പിൻഡോ, ഗതസമന ഫെലോഷിപ്പ് പ്രയർ ഗ്രൂപ്പ്, മസ്കറ്റ്. നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകാറുണ്ട്. ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സങ്കീർത്തനക്കാരൻ 71-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ആ വാക്കിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവരെ. അപ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ അനവധിയാകുന്ന പ്രതിസന്ധികൾ, കഷ്ടതകൾ, വേദനകൾ, നിരാശകൾ, കടബാധ്യതകൾ, വിവിധമാകുന്ന അനേക പ്രതിസന്ധികളിലൂടെ, ഏറെ പറയണം, രോഗങ്ങളിലൂടെ, വിവിധ നിലയിലുള്ള രോഗാവസ്ഥയിലൂടെ, മരണത്തെ മുഖാമുഖമായി പോലും കണ്ട അനവധി നിമിഷങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, നിരവധി പ്രയാസങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ നാം കടന്നു പോയത് നമുക്കൊരിക്കലും മറക്കുവാൻ സാധ്യമല്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിൽക്കാൾ ഇപ്പോഴും ആ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോവുകയാണ്. വിവിധമാകുന്ന വേദനകളിലൂടെ, വിവിധമാകുന്ന ഭാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എന്നാൽ ഇതിൻ്റെ നടുവിൽ വലിയ നിരാശകൾ, ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. നിരവധി വേദനകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. നിരവധി ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ ഇവിടെ ഭക്തൻ വിശ്വാസത്തോടെ പറയുകയാണ്: അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഈ പ്രഭാതത്തിൽ ഒരു പകലൂടെ, ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ആയുസ്സിൽ തന്നെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ ഇന്ന് പകൽ ഈ പ്രഭാതം പറയുവാൻ കഴിയണം: ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു ദൈവം, ഞങ്ങളെ വീണ്ടും അനുഗ്രഹത്തിലേക്ക്, വിടുതലിലേക്ക്, നന്മയിലേക്ക് നടത്തുന്ന ഒരു ദൈവകരം. പലപ്പോഴും വിവിധ വിഷയങ്ങളുടെ നടുവിൽ നാം ഭാരപ്പെട്ട് മനം കലർങ്ങി വളരെയധികം നിരാശയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കാറുണ്ട്. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ആത്മീകമായ പല അനുഭവങ്ങളിൽ നമ്മൾ മാറി നിൽക്കാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ മുന്നേറ്റ് കരേറി വരേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാണ്, അത്യാവശ്യം കൂടിയാണ്. ആകയാൽ ഏത് വിഷയങ്ങളുടെ നടുവിൽ നാം ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിലും അതിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ, ഉടഞ്ഞു പോകാതെ നമുക്കൊരു വിശ്വാസ പ്രഖ്യാപനം നടത്താം: നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഒരു പുതിയ ബലം തന്ന്, കഴുകൻ പുതിയ ചിറകുകൾ വച്ച് അവൻ വീണ്ടും ഉയരത്തിലേക്ക് പറന്നുയരുന്നത് പോലെ ഈ ദിവസങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം: ദൈവമേ, വീണ്ടും ജീവിപ്പിച്ചൊരു പുനർജീവൻ നൽകി ആമേ പുതുകി വരത്തക്കവണ്ണം ഞങ്ങളുടെ ആയുസ്സിൽ വലിയ വിടുതലുകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം അതിനായി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.